കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഒരു പോസ്റ്റ് പാകിസ്ഥാൻ എടുത്ത് ആഘോഷമാക്കുകയാണ്. ഈ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഭാരതത്തിനൊപ്പമാണെന്ന് പറയുമ്പോഴും ഒരു ഭാഗത്തൂടെ പറയുന്നുണ്ട് ഇത് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണ്, ഇന്റലിജൻസ് വീഴ്ചയാണ്, സൈന്യത്തിന്റെ വീഴ്ചയാണ് എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഭാരതീയർ തന്നെയാണോ എന്ന് ഭാരതത്തിലെ ചില ആൾക്കാർ ചോദിച്ചും തുടങ്ങിയിരിക്കുന്നു. കാരണം പാകിസ്ഥാൻ ഇത് വലിയ ആയുധമാക്കി മാറ്റുകയാണ് ഈ പോസ്റ്റൊക്കെ. എന്താണ് കോൺഗ്രസ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്? കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇപ്പോൾ അവിടെ തന്നെ ഈ കാശ്മീരിലുണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള 26 പേരുടെ മരണമുണ്ട്. ഇതിൽ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ദുഃഖമൊന്നുമില്ല. കോൺഗ്രസ് അതിനകത്ത് ഈ കലക്കവെള്ളത്തിൽ നിന്ന് എങ്ങനെ മീൻ പിടിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കലക്കവെള്ളത്തിൽ കലക്കിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരാണ്. റോബർട്ട് വധേരയുടെ സ്റ്റേറ്റ്മെന്റും രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റും ഒക്കെ തന്നെ കാണുന്നതും, അതേപോലെ തന്നെ കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവന കാണുന്നതും, മണിശങ്കർ അയ്യരുടെ പ്രസ്താവന കാണുന്നതൊക്കെ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളാണ്. അവർക്ക് താല്പര്യം ഇസ്ലാമിക തീവ്രവാദികളോടാണ്. അതൊന്നും തെറ്റാന്ന് പറയാൻ സാധ്യമല്ല. കാരണം കോൺഗ്രസ്സുകാരന് വേണ്ടിയിട്ടാണോ നിൽക്കുക? അപ്പോൾ കോൺഗ്രസ്സിൽ നിലവിലിരിക്കുന്നത് ഹിന്ദുക്കളില്ല, താരതമ്യേന കുറവാണ്. ക്രിസ്ത്യാനികളുടെ എണ്ണം കോൺഗ്രസ്സിൽ താരതമ്യേന കുറവാണ്. കോൺഗ്രസ്സിൽ ഇന്നിപ്പോൾ നിലവിലിരിക്കുന്ന കൂടുതൽ ഇസ്ലാമിക തീവ്രവാദികളാണ്. അതുകൊണ്ട് തീവ്രവാദികളുടെ നിലപാടുകൾ എന്താണെന്ന് വിചാരിച്ചാൽ ആ തീവ്രവാദികളുടെ നിലപാടാണ് കോൺഗ്രസിന്റെ നിലപാട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നാളെ കോൺഗ്രസ് അധികാരത്തിലെത്തിക്കഴിഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ കോൺഗ്രസ് പറയാൻ പോകുന്നത് കലിമ ചൊല്ലുന്നത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിർബന്ധമാക്കാൻ സാധ്യതയുണ്ട്. അത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ സാധിക്കുന്ന ഒരു നിലവാരമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. കാരണം ഇദ്ദേഹം മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഒരു വഖഫ് ബോർഡിന്റെ ആ നിയമ ഭേദഗതി കൊണ്ടുവന്നതാണ്. എന്നിട്ട് മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയുടെ വിഹിതത്തിന്റെ പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത് മുസ്ലിമിനാണ് എന്നാണ് അവർ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇസ്ലാമിക തീവ്രവാദികൾക്ക്, മുസ്ലിമിനല്ല സത്യത്തില് ഇസ്ലാമിക തീവ്രവാദികൾക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് മൻമോഹൻ സിംഗ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് വഖഫ് നിയമം ഭേദഗതി ചെയ്ത് എങ്ങനെയാണ്. അപ്പൊ വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഭൂമി തൻ്റെതാണെന്ന് വഖഫിന് തോന്നിക്കഴിഞ്ഞാൽ ആ ഭൂമി ഏറ്റെടുക്കാൻ അധികാരമുണ്ട്. സമാനമായ രീതിയിലാണ് കലിമയെ സംബന്ധിച്ചും. ഇപ്പോൾ നമ്മൾ അവിടെ ജമ്മു കാശ്മീരിലുണ്ടായിരിക്കുന്ന തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ട് ചില ഇന്ത്യക്കാരുടെ സഹായത്തോടു കൂടിക്കൊണ്ട് അവിടെയുള്ള ടൂറിസ്റ്റുകളായിരിക്കുന്ന 26 പേരെ അവിടെ വെടിവെച്ചിട്ട് വീഴ്ത്ത സമയത്ത് അവരോടൊക്കെ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് കലിമ ചെല്ലാൻ സാധിക്കുമെന്നാണ്. അപ്പൊ ഈ കലിമ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നത് വളരെ രസകരമായ സംഭവമാണ്. ഈ കലിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ ആ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ അറബി വാക്കാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ. അതിന് മലയാള വാക്ക് എന്താ? ഈ ഒരു മലയാള വാക്കെന്ന് പറയട്ടെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട് വാങ്ക് വിളിക്കാനുള്ള അധികാരമുണ്ടെന്ന് പറയുന്നുണ്ട്. വാങ്കിന്റെ അർത്ഥം ഇവരെന്ന് പറയേണ്ടതാണല്ലോ. അർത്ഥം പറയുന്നത് അല്ലാഹു അല്ലാതെ വേറൊരു ദൈവവും ഇല്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇത് എന്തൊരു തോന്നിവാസമാണിത്. ഇന്ത്യയിൽ കടന്നു വന്നിട്ട് അല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ലെന്ന് വിളിച്ചു പറയുന്ന സമയത്ത് അത് ഇവിടുത്തെ എല്ലാ ഇന്ത്യക്കാരും പഠിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതിന് തുടർച്ചയായിട്ടുള്ള വരി എന്താ അറിയോ? വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുല്ലാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അത് വേണേ ആയിക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. അദ്ദേഹം വേണമെങ്കിൽ ദൈവത്തിന്റെ ആയിക്കോട്ടെ. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റൊരു ദൈവവും ഇല്ലെന്നും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണെന്ന് പ്രഖ്യാപിക്കുകയും തുടർന്ന് അതിന് സാക്ഷിയായി ജീവിക്കുക ഓരോ മുഹമ്മദീയന്റെയും കടമയാണ്. ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസമാണത്. അവരെന്തുവേണമെങ്കിലും വിശ്വസിച്ചോട്ടെ, പക്ഷെ അല്ലാഹു മാത്രമാണ് ജീവിതത്തിലെ ഏക ദൈവമെന്ന് ഞാൻ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വിശ്വാസമില്ല കേട്ടോ, എന്നെ സംബന്ധിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ള കലിമ ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് കാശ്മീരിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ തീവ്രവാദികൾ എന്നെ വെടിവീച്ചു കൊല്ലും എന്നാണ് കാശ്മീരിലെ നിലവാരം. ശരിക്കതാണ്. അവിടെ തീവ്രവാദികൾ പറയുന്നത് അതാണ്. അതിന് തന്നെയാണ് കോൺഗ്രസ്സുകാർ പിന്താങ്ങുന്നതും. കോൺഗ്രസിന്റെ റോബർട്ട് വധേര പറയുന്നതും രാഹുൽ ഗാന്ധി പറയുന്നതും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന വചനമാണ് ഇവർ പറയുന്നത്. ഇവരിത് ആദ്യമായിട്ട് പറയല്ല. നമ്മളിപ്പോൾ നേരത്തെ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ വിധി ഉണ്ടായിരുന്നു. PK ഷംസുദ്ദീൻ ഹൈക്കോടതി ജഡ്ജാണ്. അയാളുടെ അവസാനത്തെ വിധി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ ഹിന്ദു ക്ഷേത്രങ്ങൾ പാട്ടുവയ്ക്കാൻ വേണ്ടി പാടില്ല. കാരണം അത് കുട്ടികളെ ബാധിക്കും.
ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാട്ട് വയ്ക്കാൻ പാടില്ല, അത് മുസ്ലിങ്ങളെ ബാധിക്കും. മറിച്ച് ഞമ്മന്റെ പള്ളിയിൽ പാട്ടുകളൊക്കെ നന്നായിട്ട് വയ്ക്കാം. എന്താ വിളിക്കുന്നത്? അവിടെ വിളിക്കുന്നത് ഇതേ പറഞ്ഞ അല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്നാണ് പറയുന്നത്. അല്ലാഹു അല്ലാതെ കണ്ട് വേറൊരു ദൈവമില്ല എന്നുള്ളത് മൈക്ക് വച്ചിട്ട് ഒരു പ്രാവശ്യം 4 or 5 പ്രാവശ്യം വിളിച്ചു കൂവുന്നതിനെ അംഗീകരിക്കുന്നതാണ് കേരള ഹൈക്കോടതി നിയമം. അതാണത് കേരള ഹൈക്കോടതി കൊണ്ടുവന്നതാണത്. ഇത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടും. ഈ നിലപാടുകൾ പലപ്പോഴും ഭൂരിപക്ഷ സമുദായത്തിന് വിരുദ്ധമാണ്, ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കെതിരാണ്, ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. ആ നിയമങ്ങളാണ് ഇവർ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത്, ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ശ്രദ്ധ ഈ പറയുന്ന കലീമ വിദ്യാർത്ഥികളെ പഠിപ്പിക്കലാണ്. കാരണം എന്താ? അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദികൾ ഇപ്പൊ കാശ്മീരൊക്കെ വിട്ടാൽ പിന്നെ അവർക്ക് ഏറ്റവും എളുപ്പം വരാവുന്ന സ്ഥലം കേരളമാണ്. ഈ കേരളത്തിൽ വന്നിട്ട് ഇവിടെ കൊച്ചിയിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് തോക്കൊക്കെ എടുത്തിട്ട് എല്ലാവരോടും നിങ്ങൾ കലിമ ചൊന്നില്ലെങ്കിൽ ഞങ്ങൾ വെടിവെച്ചു കൊല്ലും എന്ന് പറഞ്ഞ് നമ്മൾ അനുസരിക്കേണ്ടി വരും. അങ്ങനെ അനുസരിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഈ കലിമ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. അതിന് സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസ്സുകാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കതാണ്. എല്ലാ കോൺഗ്രസ്സുകാരൻ്റെ ആവശ്യം സമാധാനത്തിന്റെ കോൺഗ്രസ് എന്നൊക്കെയാണ് അവർ പറയാം. അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞ് നുണ പറയുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവിടുത്തെ കോൺഗ്രസിന് യാതൊരു പങ്കുമില്ല. ഇവിടുത്തെ കോൺഗ്രസിന്റെ പേരെന്താ? കോൺഗ്രസ് ഐ എന്നാണ് അതിന്റെ പേര്. ഇത് ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയുള്ള കോൺഗ്രസ് ആണ്. അല്ല, ഇത് മഹാത്മാഗാന്ധി ഉണ്ടായിരുന്ന കോൺഗ്രസ് അല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്ന കോൺഗ്രസ് അല്ല, അല്ലെങ്കിൽ മറ്റേ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് അല്ല. ഈ കോൺഗ്രസ് ശ്രീമതി ഇന്ദിരാഗാന്ധി 1969 ഔദ്യോഗിക കോൺഗ്രസിന്റെ നയപരിപാടികളെ വഞ്ചിച്ചുകൊണ്ട് നീലം സഞ്ജീവ് റെഡ്ഡിക്കെതിരായിട്ട് വി ഗിരിയെ ഇന്ത്യൻ രാഷ്ട്രപതിയാക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ പിന്തുണയോട് കൂടിക്കൊണ്ട് ആക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള കോൺഗ്രസിന്റെ പേരാണ് കോൺഗ്രസ് ഐ. ആ കോൺഗ്രസ് ഐക്കാരാണിത്. അവരുടെ നേതാവാണ് നെഹ്റു കുടുംബത്തിന്റെയാണ് കോൺഗ്രസ് ഐ എന്ന് പറഞ്ഞാല്. അതിന്റെ ഐയുടെ ഫുൾ ഫോം എന്താ? കോൺഗ്രസ് ഇന്ദിര എന്നാ അതിന്റെ പേര്. ഇന്ദിര എന്ന് പറഞ്ഞിട്ടായിരുന്നു അവര് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള കോൺഗ്രസ്സുകാർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് ഒരു ബന്ധവുമില്ല. ഇവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നവരാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിട്ട് പണിയെടുത്തിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണ് ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധമായിരിക്കുന്ന കോൺഗ്രസ് ഐയുടെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം. ശരിക്കതാണത്. അതുകൊണ്ടാണ് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ അവർക്ക് പ്രധാനപ്പെട്ട പ്രശ്നം 26 ഹിന്ദുക്കൾ മരിച്ചു, അവർ വിഷയമല്ല. എടപ്പള്ളി രാമേന്ദ്രൻ മരിച്ചു, അവരുടെ വേദനയല്ല. അവർക്ക് പ്രധാനപ്പെട്ട വിഷയം വരുന്നത് ഈ കലിമ ചൊല്ലണം എന്ന് പറഞ്ഞ് ഇത്ര വലിയ തെറ്റാണെന്നാണ് അവരുടെ പ്രശ്നം. കലിമ ചെല്ലുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് ആത്മാഭിമാനത്തോടുകൂടി ഞാൻ പറയും കലിമ ചെല്ലുന്നത് തെറ്റാണ്. അല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയുന്ന പ്രാകൃതമായിട്ടുള്ള നിയമം, ഈ നിയമം ഇന്ത്യൻ മണ്ണിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി സാധ്യമല്ല. അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്രവാദികളല്ല കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കോൺഗ്രസ്സുകാര് ഹിന്ദു വിരുദ്ധരാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഒരു സംശയവും. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സുകാർ പറയാൻ കാരണം അത് തന്നെയാണ്. കാരണം കോൺഗ്രസിൽ നിന്ന് ഇന്നിപ്പോ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹിന്ദുക്കൾ കോൺഗ്രസിൽ ഏകദേശം ഇല്ലാണ്ടായിരിക്കുന്നു. നാമമാത്രമായിട്ടുള്ള ചില ഹിന്ദു നാമധാരികളായിരിക്കുന്ന ചില കോൺഗ്രസ് നേതാക്കന്മാരുണ്ടോ എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസിൽ ഹിന്ദുക്കളില്ല. ഏകദേശം ക്രിസ്ത്യാനികൾ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞിരുന്നു. വഖഫ് നിയമത്തിന്റെ പേരിൽ മുനമ്പത്തടക്കമുള്ള അവരുടെ ഭൂമികളെ കിടപ്പാടം വരെ പോയ സമയത്ത് ക്രിസ്ത്യാനികൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസിൽ നിന്ന് അകന്നു കഴിഞ്ഞു. ഇനി അകന്നു കഴിയാത്ത കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും അവന് കലിമ ചൊല്ലേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യമാണ് 2026 കൂടി കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന. അങ്ങനെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കലിമ ചൊല്ലാമെന്നുള്ള അത്തരം നിയമങ്ങൾ ഒരുപാട് കോൺഗ്രസ്സുകാർ പഴയ കാലത്തും കൊണ്ടുവന്നിട്ടുണ്ട്. രാജീവ് ഗാന്ധി പല കാര്യങ്ങളും അത്തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടുത്തെ കേരളത്തിൽ കോൺഗ്രസ്സുകാരും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെയാണ്. അവർ ശ്രമിക്കുന്നത് 26% വരുന്ന മുസ്ലിങ്ങളുടെ വോട്ട് ഒറ്റക്കെട്ടായിട്ട് മേടിക്കാൻ പറ്റുമെന്നാണ് ശ്രമിക്കുന്നത്. അതിനവർ തീവ്രവാദികളുടെ കൂട്ടുപിടിക്കുന്നു, മുസ്ലിം ലീഗിന്റെ കൂട്ടുപിടിക്കുന്നു, ഇവരുടെ എല്ലാം ഇപ്പൊ അതുകൊണ്ടാണല്ലോ ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസ്സില് ആരെങ്കിലും എല്ലാ നേതാക്കന്മാരുടെയും പരിപാടി എന്താണ്? അവരൊക്കെ ആദ്യമോടെ പാണക്കാട് പോയി കാണുന്നു. അൻവറിനെ കണ്ടതിന് ശേഷമാണ് വേറെ ചില ആളുകളുടെ നിലപാട് മാറിയത്. അവരൊക്കെ ഈ പറയുന്ന എന്താ പറയാ ഇതിന്റെ നമ്മുടെ കാശ്മീർ പ്രശ്നത്തിൽ പോലും നിലപാട് സ്വീകരിച്ചത് PV അൻവറിനെ കണ്ടതിന് ശേഷമാണ്.
ഇതിൻ്റെയൊക്കെ ബോധ്യപ്പെടുന്നത് ഇസ്ലാമിക തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവരധികാരത്തിലെത്തിയാൽ സംശയമില്ല കലിമ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പാഠ്യപദ്ധതിയിലൂടെ ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കും. അതിനവർ പറയും സമാധാനം വേണമെങ്കിൽ നിങ്ങൾ കലിമ പഠിച്ചോളാൻ വേണ്ടി പറയും. ഈ ഒരു ഗതികേട് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.